ഹലോ എല്ലാവർക്കും നമ്മുടെ ലോങ് ഹെയർ വീഡിയോസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ഹെയർ കെയർ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഹെയറിൽ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ മുടിയിലുണ്ടാവുന്ന ജട നന്നായിട്ട് ആദ്യം കൈകൊണ്ട് വേറെടുത്ത് അതിന് ശേഷം നിങ്ങൾ ചീർപ്പുകൊണ്ട് വേറെടുത്ത് നിങ്ങൾ ഏത് എണ്ണയാണോ പുരട്ടുന്നത് ആ എണ്ണ തലയുടെ ഊട്ടിലും മുടിയിലൊക്കെ അത്യാവശ്യം നല്ലോണം തൊട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ രൂപശ്രീ ഹെയർ ഓയിലാണ് തലയിലും മുടിയിലൊക്കെ തൊട്ട് പുരട്ടി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്ന ഇന്നത്തെ ഹെയർ കെയർ മെത്തേഡിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാവും. അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെമ്പരത്തിപ്പൂ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് എനിക്ക് എത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പം നിലത്ത് വീണിട്ടുള്ള, അതായത് വാടി നിലത്ത് വീണിട്ടുള്ളതും നമുക്ക് എടുക്കാം, അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പാറ്റയോ പ്രാണിയോ അല്ലെങ്കിൽ എട്ടുകാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിലത്ത് വീണത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുളുങ്ങി കിടക്കുന്ന ചെമ്പരത്തിപ്പൂവ് നമുക്ക് എടുക്കാവുന്നതാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമ്മുടെ സ്കിന്നിനായാലും മുടിക്കായാലും തിളക്കവും അതേപോലെ തന്നെ മുടി വളർച്ചയും ഉണ്ടാക്കുന്ന നല്ലൊരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നമ്മൾ അരച്ച് പിഴിഞ്ഞ് തലയിൽ അപ്ലൈ ചെയ്ത് മുടി കഴുകുകയാണെങ്കിൽ മുടി നല്ല സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ തിളങ്ങി കിടക്കുന്നത് കാണാം. സ്പ്ലിറ്റൻസ് മാറ്റാനും താരൻ മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് കഴിവുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ചെമ്പരത്തിപ്പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഗ്ലാസ്സിന് അളവിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സബോളയാണ്. അപ്പോൾ ഇടത്തരം വലിപ്പമുള്ള ഒരു സബോള വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പതിയെ അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് ഉലുവയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നിങ്ങൾ അടുപ്പത്ത് അതിങ്ങനെ വെച്ചിരുന്നാൽ അതുണ്ടോ ഈ ഒരു ചെറു തളയോട് കൂടി അടുപ്പത്ത് അങ്ങനെ ഒരു 9 മിനിറ്റോളം നിങ്ങൾ വെച്ചിരിക്കണം. എന്നാലാണ് നമ്മുടെ ഉലുവയ്ക്ക് നന്നായി വേവുള്ളൂ. നമ്മുടെ സവോളയും നന്നായി വെന്ത് അതിൽ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി നമ്മുടെ ചെമ്പരത്തിപ്പൂവും നന്നായി വെന്ത് അതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആവും. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മളൊരു ടവല്, വൃത്തിയുള്ള ഒരു ടവല്, നമ്മൾ പിഴിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടവല് വെച്ചിട്ട് നമ്മുടെ ചൂടാറിയിട്ടുള്ള മിക്സറിൽ നമ്മൾ അതിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 EVOൻ്റെ ക്യാപ്സ്യൂളാണ്, അതായത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അത് ഞാൻ ആ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 എണ്ണവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 EVOൻ്റെ ടാബ്ലറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൺസിസ്റ്റൻസി ഉള്ള ഒരു സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു എണ്ണമയം വളരെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്ന് യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയണത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. സവോള നമ്മളിതിൽ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും താരൻ മാറ്റാനും ഡെഡ് സെല്ലുകൾ റിമൂവ് ആക്കി നല്ല ആരോഗ്യമുള്ള സ്കിന്ന് നമ്മുടെ തലയോട്ടിൽ ഉണ്ടാക്കാനും നമ്മുടെ മുടിയുടെ കടഭാഗം വളരെയധികം ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും കഴിവുള്ളൊരു സാധനമാണ് നമ്മുടെ സവോള. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുടിയുടെ സ്ട്രക്ചറും നമ്മുടെ മുടിയുടെ വളർച്ചയും നമ്മുടെ തലയോടും അതേപോലെ തന്നെ അതായത് നമ്മുടെ തലയോട്ടിലെ സ്കിന്നുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പം നമ്മുടെ തലയിലുണ്ടാവുന്ന സ്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് ദോഷമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് എന്ത് നമ്മുടെ സവോള. അതായത് മുടി നന്നായിട്ട് വളരാനും സ്കിന്നിനെ പരിപോഷിപ്പിച്ചെടുക്കാനും കഴിവുള്ളൊരു സാധനമാണ് സവോള. അതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഞാൻ പണ്ട് മുതലൊന്നും ഉപയോഗിച്ചിരുന്നൊരു സാധനമല്ല, ഇപ്പം അടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതും എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ തലയിലും അതേപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മിറാക്കിളായിട്ടുള്ള മാറ്റമാണ് നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക.
നമ്മുടെ മുടിയിലുണ്ടാവുന്ന സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാനും ഡാമേജുകൾ മാറ്റാനും മുടി ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള മുടി പിന്നീട് അങ്ങോട്ട് വല്ല ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബോർ വെള്ളത്തിൽ കുളിച്ചിട്ടുള്ള ഡാമേജോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിയെ പതിയെ ആരോഗ്യമുള്ള മുടിയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ മുടിയുടെ ഇഴകളെ ബലപ്പെടുത്താനും ആ ഒരു റൂട്ട്സിനെ ബലപ്പെടുത്താനൊക്കെ കഴിവുള്ള ഒരു സാധനമാണ് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ. പക്ഷേ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിലോ നമ്മുടെ മുടിയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. വളരെ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാക്കുകളിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ലിക്വിഡ് രൂപത്തിലുള്ള സാധനങ്ങൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് ഷാംപൂ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് ഞാൻ പറയുന്നതും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് കഴുകി കളയുമ്പോൾ ഷാംപൂ ഉപയോഗിക്കണം. ഷാംപൂ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതും ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കരുത്. പാരഫിൻ ഫ്രീ ആയിട്ടുള്ളതും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വാവുവിൻ്റെ ആപ്പിൾ സീഡ് വിനെഗർ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതിന് വല്ല ഗുണം കിട്ടണമെങ്കിൽ ഇതേപോലെയുള്ള സിമ്പിൾ, അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് ലഭിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൽ ആ വൈറ്റമിൻ ഇയുടെ ഒരു വളരെ നല്ല ഒരു കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുടി നന്നായിട്ട് തിളക്കത്തിലും സ്മൂത്തായിട്ടും കിടക്കും കേട്ടോ. അതെനിക്ക് തൊട്ടറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്, കണ്ടറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ തലയോട് മുടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നന്നായിട്ട് തിളങ്ങുന്നത് അല്ലേ. തിളങ്ങുന്നത് മാത്രമല്ല നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെയും പറയുകയാണ്, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നിർബന്ധമായിട്ടും കഴുകുകയും വേണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബ സീ യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം. ഇനി നല്ല നല്ല ഹെയർ കെയർ മെത്തേഡുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ച ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബ സീ യു. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ തുമ്പത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം കാറ്റുകാലമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹെയർ കെയർ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആയി പോകുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.